മുമ്പെങ്ങും മനുഷ്യ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വേഗത്തിലാണ് ടെക്നോളജിയുടെ ഒരു വളർച്ച ലോകത്തുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവും ഈ ഒരു മേഖലയിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ അതിവേഗത്തിൽ കുതിക്കുകയാണ്. അതിൽ വളരെ പ്രധാനമാണ് പ്രതിരോധ രംഗത്തെ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും മുന്തിയ ഇനം യുദ്ധവിമാനം എന്ന് പറയുന്നത്. അഞ്ചാം തലമുറയ്ക്ക് മുകളിൽ മറ്റൊന്ന് ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു രാജ്യവും വികസിപ്പിച്ചിട്ടില്ല. ചൈനയുടെ കയ്യിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഒഫീഷ്യലായിട്ട് ഒന്നിനും ഒരു സ്ഥിരീകരണമില്ല. അമേരിക്കയുടെ കയ്യിലും ആറാം തലമുറ വിമാനമൊന്നുമില്ല. ഇപ്പോൾ ഉള്ള അഞ്ചാം തലമുറ വിമാനം തന്നെ ഇപ്പോൾ ഇറാൻ വരെ ഒരെണ്ണം വെടിവെച്ചിട്ട അവസ്ഥയിലാണ് അമേരിക്ക നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും ആ ഒരു ഫിഫ്ത്ത് ജനറേഷൻ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്തൊരു ഘട്ടത്തിലും ലോകം ആറാം തലമുറ യുദ്ധവിമാനത്തെക്കുറിച്ചുള്ള ചർച്ചകളും അത് നിർമ്മിക്കാൻ ആവശ്യമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇന്ത്യയുടെ പദ്ധതി രണ്ട് രീതിയിലാണ് നമ്മുടെ രാജ്യം ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന്, ആഗോള പങ്കാളിത്തം അഥവാ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്. വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് രണ്ട് പ്രധാന അന്താരാഷ്ട്ര പദ്ധതികളുമായിട്ട് ഇന്ത്യ ചർച്ച നടത്തുന്നുണ്ട്. അതിലൊന്നാമത്തേത് ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം ആണ്, GCAP. ബ്രിട്ടൻ, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ള പദ്ധതിയാണിത്. അത്യാധുനികമായ സെൻസറുകളും ഡ്രോണുകളെ നിയന്ത്രിക്കാനുള്ള ശേഷിയുമുള്ള ആറാം തലമുറ യുദ്ധവിമാനത്തെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റം അഥവാ FCAS. ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണിത്. ഫ്രാൻസുമായിട്ട് ഇന്ത്യക്കുള്ള അടുത്ത പ്രതിരോധ ബന്ധം കാരണം ഈ പദ്ധതിയിൽ ഒരുപക്ഷെ ഇന്ത്യ പ്രധാന പങ്കാളിയായേക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ആഗോള പങ്കാളിത്തം. ഇനി രണ്ടാമത്തെ ഇന്ത്യയുടെ ആറാം തലമുറ യുദ്ധവിമാനം ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതിയാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. അത് തദ്ദേശീയമായി തന്നെ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ്. AMCA, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് AMCA. ശരിക്കും ഇതൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനമല്ല. ഇന്ത്യയുടെ ഭാഷ്യം ഇതൊരു 5.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിരിക്കും എന്നതാണ്. എന്നാൽ ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അഥവാ മാർക്ക് 2 എന്ന് പറയുന്നത് ആറാം തലമുറ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. AMCA മാർക്ക് 1 എന്ന് പറയുന്നത് 2028-29 കാലയളവിൽ ആദ്യ പറക്കൽ പ്രതീക്ഷിക്കുന്ന യുദ്ധവിമാനമാണ്. ഇതിൽ AMCA മാർക്ക് 2 എന്ന് പറയുന്നത് ആറാം തലമുറ സാങ്കേതിക വിദ്യകളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ശത്രുക്കളുടെ റഡാറുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒളിച്ചിരിക്കാനുള്ള സ്റ്റെൽത്ത് ശേഷിയും പൈലറ്റ് ഇല്ലാ വിമാനങ്ങൾ അഥവാ ഡ്രോണുകളെ നിയന്ത്രിക്കാനുള്ള കഴിവുകളുമുള്ള ഒരു വിമാനമായിരിക്കും AMCA മാർക്ക് 2 എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ പദ്ധതി എന്ന് പറയുന്നത് ഒന്ന്, നമ്മൾ തദ്ദേശീയമായിട്ട് തന്നെ വികസിപ്പിക്കുക എന്നത്. രണ്ട്, ആഗോള പങ്കാളിത്തത്തോടു കൂടിയിട്ട് അതായത് വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ച് കൂടുതൽ ടെക്നോളജികൾ ഷെയർ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഒരെണ്ണം നിർമ്മിക്കുക എന്നുള്ളത്. ഇതിലൂടെ നമുക്ക് രണ്ടുണ്ട് ഗുണം. ഒന്ന്, നമ്മൾ തന്നെ നിർമ്മിക്കുന്ന 5ഉം 6ഉം തലമുറ യുദ്ധവിമാനങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ട്, അതിന് പുറമെ മറ്റൊരു 6th ജനറേഷൻ എയർക്രാഫ്റ്റ് കൂടി ഇന്ത്യയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റിയാണ് ഈ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പിലൂടെ കൈവരുന്നത്. മാത്രവുമല്ല, ഫ്രാൻസുമായിട്ടോ അല്ലെങ്കിൽ ഇതര യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടോ സഹകരിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നതിലൂടെ നമുക്ക് ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അഥവാ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് കൂടുതൽ ശക്തമാക്കുവാനും പരസ്പരം കൂടുതൽ സാങ്കേതിക കൈമാറ്റം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുവാനും കഴിയുമെന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. 2026 മാർച്ച് വരെ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വരെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അനുസരിച്ച് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായിട്ട് ഇന്ത്യ സഹകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിമാനത്തിന് ആവശ്യമായിട്ടുള്ള കരുത്തുറ്റ എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട്. അപ്പോൾ AMCA പ്രോജക്റ്റ് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇതേ സമയത്ത് തന്നെ ടാറ്റ, അതുപോലെ തന്നെ L&T തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളായിരിക്കും ഈ വിമാനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക. പ്രോട്ടോടൈപ്പ് നിർമ്മാണത്തിലും ഇവർ പങ്കാളികളാകും. സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഇന്ത്യ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 5th 6th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന കാലതാമസം, നിർമ്മാണത്തിനും കൂടുതൽ എണ്ണം വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനും ഉണ്ടായിരുന്ന കാലതാമസം ഇല്ലാതാക്കുവാനും അതിവേഗത്തിൽ പ്രൊഡക്ഷൻ നടത്തുവാനും ഇന്ത്യയെ സഹായിക്കും. പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കൂടി കൊണ്ടുവരുന്നതിലൂടെ ആയുധ നിർമ്മാണത്തിലും വ്യാപാരത്തിലും കൂടുതൽ ശക്തമായൊരു രാജ്യമായിട്ട് ഇന്ത്യക്ക് മാറാൻ കഴിയും. ചൈനയുടെ കാര്യം ഇനി പറയുകയാണെങ്കിൽ, ചൈന അവരുടെ J-20 വിമാനത്തെയും J-35 വിമാനത്തെയുമാണ് അത്യാധുനികമായ വിമാനങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്.
അമേരിക്കയുടെ F-22വിനെയും F-35നെയും ഒക്കെ കോപ്പി അടിച്ചിട്ടാണ് ചൈന അവരുടെ J-20യും J-35ഉം ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ F-35 ആണ് നിലവിൽ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച 5ാം തലമുറ യുദ്ധവിമാനം. അതുപോലും ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലില് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ മികവ് തീർച്ചയായും കണ്ടറിയേണ്ട ഒന്ന് മാത്രമാണ്. ചൈന 6ാം തലമുറ വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നുമില്ല. ചൈന എല്ലായ്പ്പോഴും അവർ വലിയൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത പലതും ഉണ്ടെന്ന് കാണിക്കാറുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിലവിൽ അതിനെ കാണുന്നത്. എന്തായാലും ചൈന ഇപ്പോഴും പൂർണ്ണമായിട്ടും ഒരു സ്റ്റെൽത്ത് എഞ്ചിൻ വികസിപ്പിച്ചിട്ടില്ലാത്ത രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ പോലും സമ്പൂർണ്ണമായിട്ട് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ളവയായിട്ട് കരുതാൻ കഴിയില്ല. ഇവിടെയാണ് ഇന്ത്യ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇന്ത്യയുടെ 5ഉം 6ഉം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഒന്നിനോടൊപ്പം തന്നെ ഗ്ലോബൽ പാർട്ണർഷിപ്പിലൂടെ ഒന്നുകൂടി നിർമ്മിച്ച് ഈ ഒരു രംഗത്ത് ഒരു ശക്തമായ ഒരു രാജ്യമായിട്ട് മാറുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.